എവർക്കും റിയാലിറ്റി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ശാലിനി എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ്. ശാലിനി സരസ്വതി ജനിച്ചു വളർന്നത് ബാംഗ്ലൂർ എന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ ജോലി ബാംഗ്ലൂരിൽ ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ കിട്ടി. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ശാലിനി 4ാം വിവാഹ വാർഷികത്തിൽ ഭർത്താവിനൊപ്പം ഒരു യാത്ര പോവുകയാണ് കംബോഡിയയിൽ. അപ്പോൾ അങ്ങനെ ശാലിനി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ശാലിനിയെ കാത്തിരുന്നത് വേറൊരു വാർത്തയാണ്. ശാലിനിയുടെ ശരീരത്തിൽ ഒരു അപൂർവമായൊരു ബാക്ടീരിയ കയറുവാനിടയായി. അതുമൂലം ശാലിനിയുടെ ജീവിതം മാറിമറിഞ്ഞു. ശാലിനിയുടെ ശരീരഭാഗങ്ങൾ പ്രവർത്തനരഹിതമായി. അതുപോലെ തന്നെ കൈയും കാലും എല്ലാം നഷ്ടമായി. ഇപ്പോൾ രോഗാവസ്ഥയിൽ ശാലിനി ഗർഭിണിയായിരുന്നു. ശാലിനി ആ ഒരു ബാക്ടീരിയ കയറിയതിന് ശേഷം ശാലിനിയുടെ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടമായി. അങ്ങനെ ഡോക്ടർമാർ പോലും വിധി എഴുതി ശാലിനിക്ക് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ ശാലിനിക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വെറും 3%. അപ്പം ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു അവസ്ഥയായിപ്പോയി. അവളെ തന്നെ സ്വയം നഷ്ടമായ ആ ഒരു അവസ്ഥയിൽ അവളൊരു തീരുമാനമെടുത്തു. ഇല്ല, എനിക്കെൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം, ഞാൻ ഒരിക്കലും തോൽക്കരുത് എന്ന ആ ഒരു തീരുമാനം ആ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ്. അവളുടെ കൂടെ അവളുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവളുടെ കുടുംബവും അവളെ ഉറച്ച പിന്തുണയോടെ അവളെ കൈത്താങ്ങി. ആ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന നർമ്മബോധത്തിൻ്റെയും ബലത്തിലാണ് അവൾ പിന്നീട് ജീവിച്ചത്. ആദ്യം കൃത്രിമ കാലുകളിൽ നടന്നു തുടങ്ങി. പിന്നെ അവൾ ഓടാൻ തീരുമാനിച്ചു. അങ്ങനെ ലോകം പിന്നീട് കാണുന്നത് കാലുകളിൽ പിടിപ്പിച്ച ബ്ലേഡുകളിൽ ദൂരങ്ങൾ കീഴടക്കുന്ന ശാലിനിയെയാണ്. ഇങ്ങനെ ഓടുന്നവർക്ക് പേര് ബ്ലേഡ് റണ്ണർ എന്നാണ് ഇങ്ങനെ ഓടുന്നവർക്ക് പേര് പറയുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ദേശീയ പാരാ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ 3ാം സ്ഥാനം നേടി ശാലിനി എന്ന പെൺകുട്ടി തൻ്റെ കൈയും കാലും നഷ്ടമായിട്ടും ബ്ലേഡ് റണ്ണർ ആയി മാറി. പാരാ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഓട്ടത്തിൽ ശാലിനി എന്ത് നേടി? 3ാം സ്ഥാനം നേടി. അങ്ങനെ ശാലിനിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. തൻ്റെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം തിരിച്ചു പിടിക്കുന്നതിനായി ഓട്ടം അവൾക്ക് പ്രചോദനമായി. അപ്പോൾ എല്ലാ ദിവസവും ശാലിനി ഒരു 2.5 മണിക്കൂർ ഓട്ട പരിശീലനം നടത്തുകയുണ്ടായി. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ബ്ലേഡിൽ ഓടുന്നവരിൽ ഏറ്റവും വേഗമുള്ള വനിത എന്ന ഏഷ്യൻ റെക്കോർഡ് D62 വിഭാഗം ശാലിനിയുടെ പേരിലാണ്. അപ്പം നമുക്ക് ശാലിനിയുടെ കഥ ഈ വർഷം തുടക്കത്തിൽ തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. ശാലിനിയുടെ ജീവിതം നമ്മൾക്കേവർക്കും ഒരു മോട്ടിവേഷനാണ് അല്ലേ. എല്ലാം വളരെ നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്ന ശാലിനിയുടെ ജീവിതത്തിലേക്കാണ്, ശാലിനി സരസ്വതി എന്ന മിടുക്കിയായ പെൺകുട്ടിയുടെ ജീവിതത്തിലാണ് അപ്രതീക്ഷിതമായ ബാക്ടീരിയ ശരീരത്തിൽ കടന്നു കയറുകയും തൻ്റെ കാലും കൈയും നഷ്ടപ്പെടുകയും പിന്നീട് ഓട്ടത്തിൽ മികവ് പുലർത്തുവാൻ അവൾക്ക് ആ ഒറ്റൊരു കാരണം കൊണ്ട് അവൾ പിന്നീട് അതിനെ അതിജീവിച്ച് തോൽക്കരുതെന്ന തീരുമാനമെടുത്ത ഓട്ടത്തിൽ അവൾ മികവ് പുലർത്തുകയും ചെയ്തത്. ഇപ്പോൾ ജീവിതത്തിൽ നമ്മളിപ്പോൾ പല പ്രതിസന്ധികളും നേരിടാം. പക്ഷേ നമുക്കിപ്പം അറിയില്ലായിരിക്കും എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. പക്ഷേ ഒന്നോർക്കുക, ഇന്ന് ഈ സംഭവിക്കുന്നത് ഒരുപക്ഷെ നാളത്തെ ഒരു വലിയ വിജയത്തിന് വേണ്ടിയോ ആണെന്നുള്ള ഉറച്ച തീരുമാനമെടുക്കുക. ജീവിതത്തിൽ എന്തെല്ലാം വന്നോട്ടെ, നിങ്ങൾ ദൃഢനിശ്ചയമുള്ളവരായിരിക്കുക. ഞാൻ തോൽക്കില്ല എന്ന ഒറ്റ തീരുമാനമെടുക്കുക, മുന്നോട്ട് പോവുക. നാളെ നിങ്ങൾക്കുള്ളതാണ് ഈ ലോകം. നമുക്ക് ഒരിക്കലും ശാലിനിയെ പോലെ ആക്കാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മൾക്ക് ഉയർന്നു വരുവാൻ തീർച്ചയായും സാധിക്കും. അതിന് നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കുക, മുന്നോട്ട് നീങ്ങുക. ശാലിനി സരസ്വതി എന്ന പെൺകുട്ടിയെ പോലെ ആയിത്തീരുവാൻ
അല്ലെങ്കിൽ ആ ദൃഢനിശ്ചയമുള്ള പെൺകുട്ടിയായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. Thank you for hearing me, and I will be with another topic in the next video. Thank you so much for hearing me.